അത്യാവശ്യം പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടും. എന്ത് ഫണ്ണാ നോക്കി ഈ വണ്ടി ഓടിക്കാൻ. എസ് ഡിയെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ച എസ് ഡി അഡ്വഞ്ചർ ഓടിച്ചപ്പോൾ കുറച്ചൊക്കെ അതിന് മാറ്റം വന്നായിരുന്നു. സാധാരണ എസ് ഡിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, എസ് ഡി ജാവ പുതിയ മോഡൽ വണ്ടികളുടെ ഒരു ക്യാരക്ടർ പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും പുതിയ എസ് ഡി സ്ക്രാംബ്ലർ എന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. പുതിയ ബ്രാൻഡ് ന്യൂ 2026 എസ് ഡി സ്ക്രാംബ്ലർ ഞെട്ടിച്ചു കഴിഞ്ഞു. കാരണം വേറൊന്നുമല്ല, അവർ അടിമുടി എൻജിനെ അങ്ങ് മാറ്റിക്കളഞ്ഞത്. ദ ബ്രാൻഡ് ന്യൂ കട്ടാർ ആൽഫ 2 വരുന്ന ഈ ഒരു ലിക്വിഡ് കൂൾഡ് എൻജിൻ സത്യം പറഞ്ഞാൽ ഓടിക്കുന്ന സമയത്ത് നല്ല ഫൺ ടു ഡ്രൈവായി, നല്ല റിഫൈൻഡായി, നല്ല പവർഫുള്ളായി. എന്താണ് ഈ വണ്ടിക്ക് സംഭവിച്ചത്? നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഓടിച്ചിട്ട് റിവ്യൂ. ഇത് അണ്ടർ റേറ്റഡ് മോട്ടോർ സൈക്കിളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ക്രാംബ്ലർ ഒരു ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ളൊരു വണ്ടി നോക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് പരിഗണിച്ചിരിക്കേണ്ട ഒരു വണ്ടിയാണ് എസ് ഡി സ്ക്രാംബ്ലർ. കൂടുതൽ വിശേഷങ്ങൾ വണ്ടി ഓടിച്ചിട്ട് ഞാൻ പറയാം. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഒരു അടിമുടി മാറ്റങ്ങൾ പറയാം. പുതിയ ഫ്യൂൽ ടാങ്ക് വന്ന് പഴയ എസ് ഡി സ്ക്രാംബ്ലർ വന്നതിനേക്കാളും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ ഒരു 2 പുറ്റുകുറ്റി മാറ്റി ഒറ്റ പുറ്റുകുറ്റി ആക്കി അതൊരു എൻജിൻ റീവർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ്. സോ സൗണ്ടിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല ബേസിക് ആയിട്ടുള്ള നല്ല കിടുക്കൻ സൗണ്ടാണ്. പിന്നെ ടാങ്ക് ഈ ഒരു ലെവലിലായി. എനിക്ക് ഈ ഡിസൈനും ഇഷ്ടപ്പെട്ട്. ഇതിനേക്കാളും കുറച്ചും കൂടി റെട്രോ ആയിട്ട് ഫീൽ ചെയ്തത് ഒരു ബ്ലാക്കിൽ ഒരു ഗോൾഡൻ റെഡ് സ്ട്രൈപ്സ് വരുന്ന ഒരു വേരിയൻ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീൻ കാണുക, അത് കിടിലമാണ്. പിന്നെ ഒരു ഫേക്ക് ഫിൻസ് വരുന്ന രീതിയിലുള്ള ഒരു ലിക്വിഡ് കൂൾഡ് എൻജിൻ. ഈ ഒരു ഭാഗത്തായിട്ട് റേഡിയേറ്റർ കാണാം, ഷ്രൗഡ്സ് കാണാം. ആ ഒരു സസ്പെൻഷൻ ട്രാവലിന് ഒരു ബൂട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ബിഗ്ഗറായിട്ടുള്ള എന്താ പറയുക ഒരു ഡിസ്ക് ബ്രേക്ക്, നല്ല സ്പോക്ക് വീൽസ്, നോബി ടയർ, പിന്നെ ഓവൽ ഷേപ്പിലുള്ള ഈ ഭാഗത്ത് ഒരു നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ സ്ക്രാംബ്ലറിൻ്റെ ഒരു ഡിസൈൻ തന്നെയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം നല്ല ഫ്ലാറ്റായിട്ടുള്ളൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ടെയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റിയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ട്വിൻ ഷോക്ക് അബ്സറാണ് കൊടുത്തത്. അത് വേണ്ടായിരുന്നു. ഒരു എന്താ പറയുക ഒരു മോണോ ഷോക്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വണ്ടിയിൽ ഭംഗിയാകും. മേ ബി എസ് ഡി അടുത്ത അവരുടെ അപ്ഡേറ്റിൽ കൊണ്ടുവരുമായിരിക്കും. കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് വണ്ടി ഇത്രയ്ക്ക് മനോഹരമാക്കി അത് കിടിലമാക്കിയ ഒരു ബ്രാൻഡ് എസ് ഡി ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ. കാര്യം കട്ടാർ എൻജിനെ പറ്റി ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. പ്രോപ്പർ സ്ക്രാംബ്ലറിൻ്റെ ഒരു ലുക്കുണ്ട്. ആ ഒരു ഫ്രണ്ട് ബീക്കാണെങ്കിലും ആ റൗണ്ട് ഹെഡ് ലാമ്പ്, ആ ഒരു ടെയിൽ ഇൻഡിക്കേറ്ററൊക്കെ നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് എന്തായാലും. സോ നമുക്ക് വണ്ടിയിലോട്ട് കയറിയിരിക്കുന്നതിന് മുമ്പായിട്ട് 30 ഈ വണ്ടിയുടെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. 30 PS 30 Nm ടോർക്ക് 30 km മൈലേജ് എന്നാണ് എസ് ഡി അവകാശപ്പെടുന്നത്. എന്തായാലും 30 അതിന് മുകളിൽ കിട്ടാൻ സാധ്യതയൊക്കെ ഉണ്ട് മര്യാദയ്ക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം. എനിക്ക് ആ സ്പോക്ക് വീൽസൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത അപ്ഡേറ്റിൽ മോണോഷോക്കും കൂടെ കൊണ്ടുവന്നാൽ ബെറ്റർ ആയും. കിഡിലർ റൈഡിങ് പൊസിഷൻ. വണ്ടിയിലോട്ട് കയറിക്കുമ്പോൾ തന്നെ ആ ഒരു സ്ക്രാംബ്ലറിൻ്റെ ആ ഒരു ഫീലുണ്ടല്ലോ, കണ്ടില്ലേ? ഭയങ്കര അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷൻ. ആ ഒരു ഓഫ് സെറ്റ് ആയിട്ടുള്ള ആ ഒരു മീറ്റർ നല്ല മീറ്ററാണ്. നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സും 3 റൈഡിങ് മോഡ്സൊക്കെ വരുന്നുണ്ട്. റൈന്, അർബൻ, സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ റോഡ് മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം, സ്പോർട്ടിലോട്ടാക്കാം. സോ കിടുക്കൻ സൗണ്ട് കേട്ടോ. കിടുക്കൻ സൗണ്ട് എന്ന് പറഞ്ഞാൽ അന്യായ സൗണ്ട്. സോ USB ചാർജിങ് പോർട്ട് എസ് ഡിയുടെ എല്ലാ വണ്ടിയിലും വരുന്ന ഐഫോൺ, ആൻഡ്രോയിഡിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ നല്ല കിടിലൻ റൈഡിങ് പൊസിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഗിയർ ഇടാം. ദാറ്റ് ഇനീഷ്യൽ പഞ്ച് ഒരു രക്ഷയില്ല കേട്ടാ. അടിപൊളിയായിട്ട് കോർണറിങ് എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. എന്ത് പവറാന്ന് നോക്കിയേ. അതിനനുസരിച്ച് കിടിലം എന്താ പറയുക ബ്രേക്കിങ്ങും വണ്ടിയുടെ ഭാഗത്തുനിന്ന് എന്തായാലും കിട്ടുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റൊക്കെ നല്ല അടിപൊളി സ്ലീക്ക് ആൻഡ് പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ്സ്. ക്ലച്ച് കുറച്ചൊരു ഹാർഡർ സൈഡിലായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് റൈഡിങ് പൊസിഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൈഡിങ് പൊസിഷൻ ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ റൈഡിങ് പൊസിഷൻ വേറെ ലെവല്. നമ്മുടെ മാർക്കറ്റിലൊരു പ്രോപ്പർ സ്ക്രാംബ്ലറൊക്കെ വരുന്നതിന് മുമ്പ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് സ്വന്തം ഇന്ത്യക്കാരായിട്ടുള്ള ബ്രാൻഡ് ക്ലാസിക് ലെജൻസ് നമുക്ക് വേണ്ടി തന്നൊരു
ഒരു 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 വണ്ടിയാണ് SD റോഡ് സ്ക്രാംബ്ലർ എന്ന് പറയുന്നത്. സ്ക്രാംബ്ലർ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 2 വിഭാഗം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രോപ്പർ സ്ക്രാംബ്ലേഴ്സ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ SD-യുടെ ആ ഒരു ഈ ഒരു വണ്ടിയുടെ ഒരു ലുക്ക് ഏകദേശം നല്ലൊരു സ്ക്രാംബ്ലർ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു, മോണോഷോക്കും കൂടെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മളുടെ ട്രയംഫ് സ്ക്രാംബ്ലർ അത് കുറച്ചും കൂടെ എന്താ പറയുക ഓഫ് റോഡ് സെൻട്രിക് ആയിട്ടുള്ള, ഇതെനിക്ക് തോന്നുന്നു റോഡിൽ കുറച്ചും കൂടെ അക്രമം കാണിക്കാനുള്ള ഒരു രീതിയിലാണ് ഈ ഒരു വണ്ടിയെ സെറ്റ് ചെയ്ത് SD എടുത്തേക്കുന്നത്. കീട്ടില്ല കേട്ടാ. എൻജിൻ സൈഡ് ആ ക്യാരക്ടർ ഒരുപാട് മാറി. നമ്മൾ ആദ്യ സമയങ്ങളിൽ നമ്മൾ ജാവ 42 അല്ലെങ്കിൽ SD സ്ക്രാംബ്ലറൊക്കെ ഓടിക്കുന്ന സമയത്ത് ഭയങ്കരമായ നോക്കിങ്, റിഫൈൻമെൻറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അതായത് നമുക്ക് അത്യാവശ്യം ഒരു 3ാമത്തെ ഗിയർ തൊട്ട് അങ്ങോട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് ഒരു നോക്കിങ് ഒന്നുമില്ല വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ നിലവിൽ 3ാമത്തെ ഗിയറിൽ 20 സ്പീഡ്, 4ാമത്തെ ഗിയറിൽ 30 സ്പീഡ്, ഒരു നോക്കിങ്ങും ഇല്ല. ഒരു ഫ്യൂലിങ്ങും അതിൻ്റെ ക്യാമ്പ് ടൈമിങ്ങും ഒക്കെ നല്ലതുപോലെ അവർ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഫീഡ്ബാക്ക് എടുത്തി. 5ാമത്തെ ഗിയറിലാണ് പോകുന്നത്, 43ാമത്തെ സ്പീഡിൽ. വേണേൽ 6ാമത്തെ ഗിയർ കൊണ്ട് കിട്ടുമല്ലോ, ചെറിയ അടി വരും. എന്നാലും ഇല്ല, 6ാമത്തെ ഗിയറിലും വലിയ അടിയില്ല. 50 സ്പീഡിന് താഴെ 6ാമത്തെ ഗിയർ കിടിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കിപ്പം എന്തായാലും പേഴ്സണലി മനസ്സിലായി. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ, ഡുവൽ ചാനൽ ABS എല്ലാ സംഭവങ്ങളും ഉണ്ട്. പവർ മോഡാണ്. പവർ എന്ന് പറയുന്ന സംഭവം കൊടുത്തേക്കുന്നു മീറ്ററിൽ, ഒന്നും മനസ്സിലായില്ല. ഇതാണ് സ്ക്രാംബ്ലർ, അതിൻ്റെ ഒരു ഫണ്ണ്. എന്തായാലും നമുക്ക് നേരെ വണ്ടി ഒന്ന് കൈ കൊടുക്കാം. കൈ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് തിരിയാം. സ്റ്റിഫ്നെസ് ഒരു ഇച്ചിരി ഉണ്ട്, പക്ഷെ ഫ്രണ്ടിലും ഉണ്ട്. അത് ആ ഒരു സ്റ്റിഫ്നെസ് പക്ഷേ എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് തോന്നുന്നു. കാര്യം ആ ഒരു സ്റ്റെബിലിറ്റിക്ക് നല്ലതാണ്. വണ്ടി ചുമ്മാണ് കേട്ടോ നല്ല രീതിക്ക് അങ്ങോട്ട് സ്പീഡ് അച്ചീവ് ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ഓടിച്ചാൽ 30 മൈലേജ് കിട്ടത്തില്ല. മര്യാദയ്ക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 30 ആ റേഞ്ചിലൊക്കെ മൈലേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്താ സൗണ്ടാന്ന് നോക്കിയേ, നല്ല സ്പോട്ടിയർ സൗണ്ട്. എനിക്ക് തോന്നുന്നു ആ ട്വിൻ എക്സോസ്റ്റും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കിടുക്കനായനെ. ബാക്കിലത്തെ ബ്രേക്കും നല്ല ബ്രേക്കാണ് കേട്ടോ. സോ SD ഈസ് ഇമ്പ്രൂവിങ് മാൻ. അത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് SD അവരുടെ R&Dയിലും പ്രൊഡക്ഷനിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് മനസ്സിലായത്. എഫേർട്ട്ലെസ് ആയിട്ടാണ് ഒരു 80-ലൊക്കെ പോകുന്നത് വണ്ടി. നിങ്ങളൊരു യുണീക്ക് വണ്ടി വേണം, ഒരു സ്ക്രാംബ്ലർ, അവർ ലൈക്ക് എവറിഡേ യൂസിങ് ടൂറിങ് വേണമെങ്കിൽ ഒരു എന്താ പറയുക സിക്സാഗൊക്കെ അടിച്ച് നമുക്ക് കോർണറിങ് ഒക്കെ എടുക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ളൊരു വണ്ടി വേണം എന്നുള്ളവരാണെങ്കിൽ ദിസ് ഈസ് ദ ബൈക്ക് ഫോർ യു മാൻ. The all new Qatar engine is really impressive. Impressive means ഒരുപാട് ഇമ്പ്രൂവ് ആയി. ആ സൗണ്ട് തന്നെ ധാരാളം നമുക്ക് ആ ഒരു ഫണ്ണിനായിട്ട്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു 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 തെറ്റിദ്ധാരണയല്ല, ഏറെക്കുറെ ആദ്യ സമയങ്ങളിൽ ശരിയായിരുന്നു. എല്ലായിടവും SD-യുടെ ഷോറൂം ഇല്ലായിരുന്നു. ഇപ്പം ഓൾമോസ്റ്റ് എല്ലായിടവും SD ജാവ BSA എന്ന് പറഞ്ഞിട്ട് ഒരു 10 കിലോമീറ്റർ അകലെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഷോറൂം കാണും. പാർട്സ് അവൈലബിലിറ്റിയും വലിയ ശോകമൊന്നും അല്ല. അത്യാവശ്യം പാർട്സും കാറിലൊക്കെ കിട്ടും. എന്ത് ഫണ്ണാണ് നോക്കി ഈ വണ്ടി ഓടിക്കാൻ. ഒരു സ്ട്രെസ്സും ഇല്ലാതെ വണ്ടി കയറുന്നത് കേട്ടോ. സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവമേ ഈ വണ്ടിക്ക് ഫീൽ ചെയ്യുന്നില്ല കൈ കൊടുക്കുന്ന സമയത്തും. അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട് വണ്ടി. അങ്ങനെ ഒരു ചുമ്മാ അങ്ങ് കയറുമല്ല വണ്ടി. അത്യാവശ്യം നല്ല കോൺഫിഡൻസും വണ്ടിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടിയുടെ എവറിത്തിങ് സ്വിച്ച് ആൻഡ് ബോഡി ക്വാളിറ്റീസ് ആർ ഫീലിംഗ് വെരി ഗുഡ്. പിന്നെ ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബൈക്കൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വണ്ടി മേ ബി നല്ലൊരു ചോയ്സ് തന്നെ ആയിരിക്കും. ഈ KSRTC ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലമൊന്നുമില്ല. വണ്ടി കൊള്ളാട്ടാ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. എന്തായാലും എൻ്റെ ഒരു കോളേജ് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കോളേജ് പഠിച്ചിട്ടില്ല, സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഈ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ വണ്ടി എടുത്തേനെ. കാര്യം ഷോ ഓഫ് കാണിക്കാൻ പറ്റിയ സാധനമാണ് ഈ ഒരു വണ്ടിയുടെ ലുക്ക്. വണ്ടി റേസിങ്ങോ കാരണമൊന്നും അല്ല, വണ്ടിയുടെ ലുക്ക്. വണ്ടി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക
എന്തോ ഒരു ഫീല് കേട്ടോ, കിടുക്കൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മേ ബി സിംഗിൾ യൂസിങ്ങിനൊക്കെ ടൂറിങ്ങിനൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെ ആയിരിക്കും. ബാക്കിലിരിക്കുന്നതൊക്കെ അത്ര വലിയൊരു കംഫർട്ട് കിട്ടുമോയെന്നും എനിക്കറിയത്തില്ല, ഇരിക്കാം. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 199, അതിന് 2 ലക്ഷത്തിന് താഴെയാണ് വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്. ഒരു ഓൺ റോഡ് 250 ആ റേഞ്ചിലൊക്കെ നിൽക്കും. പിന്നെ XSR, സ്ക്രാംബ്ലർ 400 ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ എതിരാളികൾ. XSRനെ എതിരാളിയായിട്ട് കൂട്ടാൻ പറ്റത്തില്ല, എന്നാലും മേടിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും എന്താ പറയുക നോക്കുന്നത് ഈ 3 വണ്ടികളായിരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ. ട്രയംഫിനെ സംബന്ധിച്ച് ട്രയംഫ് കുറച്ചുകൂടെ എന്താ പറയുക ഒരു പവർ കൂടിയ വേരിയൻ്റാണ്. 37 BHP കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ചുള്ള അതിന് വിലയും വരുന്നുണ്ട്. 3 ലക്ഷത്തി സംതിങ്ങോളം വരുന്നുണ്ട്. ഇതിന് 2.5 ലക്ഷം ആ റേഞ്ചിൽ എന്തായാലും വരത്തുള്ളൂ. പിന്നെ ഈ യുണീക്കാണ്. എനിക്ക് വണ്ടി ഓടിച്ചിട്ട് അത്യാവശ്യം നല്ല സ്മൂത്ത് ഫീലിംഗ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. നിങ്ങൾ ഈ ബസ്സിൻ്റെ പുറകോശം കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്നത്. എന്തായാലും ഈ ബസ് പോയിട്ട് നമുക്ക് കാണാം. പോയില്ല. നല്ല സ്റ്റേബിളാണ് വണ്ടി. കണ്ടില്ലേ വണ്ടിയുടെ പെർഫോമൻസ്? നിങ്ങൾക്ക് ആ ഒരു കാഴ്ചപ്പാട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏറെക്കുറെ എന്താണ് വണ്ടി എന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു BSAയുടെ വണ്ടികളും കൂടെ ആക്റ്റീവായിട്ട് ഇന്ത്യയിൽ ഇറങ്ങി തുടങ്ങിയതിന് ശേഷമാണ് SD ഇത്രയും ഇമ്പ്രൂവ് ആയത്. അല്ലെങ്കിൽ ജാവ ആ ക്ലാസിക് ലെജൻസിന് ആ ഒരു ടെക്നോളജി BSAയുടെ ഭാഗത്തു നിന്നുള്ള കുറേയൊക്കെ ഇന്നോവേഷൻ അവർക്കും കൂടെ കിട്ടിയിട്ടുണ്ടാവാം. BSA ഒരു മോശം ബ്രാൻഡ് അല്ലല്ലോ, അത്യാവശ്യം നല്ല കിടുക്കൻ വണ്ടികൾ തന്നെയാണ് BSA ഇറക്കുന്നത്. അത്ര പോപ്പുലർ അല്ലെന്ന് മാത്രം ഇന്ത്യയിൽ. എന്തായാലും ഇനി പോപ്പുലർ ആയിരിക്കും. നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ പറ്റുന്നത് കായംകുളം ജാവ SD BSA ആണ്. നമ്മുടെ കായംകുളം നയാര പമ്പിന് തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു ഷോറൂമാണ്. എല്ലാ സ്പെയറും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓൾമോസ്റ്റ് വണ്ടികളുടെ സർവീസും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതെ, ഇതാണ് ഷോറൂം. സോ യെസ്, നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെപ്പറ്റി എന്താണ് തോന്നുന്നത്? എനിക്ക് ഹയർ സ്പീഡിലൊക്കെ നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്തു. വണ്ടി അത്യാവശ്യം മോശമില്ലാത്ത വണ്ടിയായിട്ട് തോന്നി. ആ ഒരു ഹൈ ഗിയറിൽ അത്യാവശ്യം ലോ സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വണ്ടിയിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തായാലും എനിക്കങ്ങ് മാറി. വണ്ടി ഏകദേശം ബെറ്റർ ആയിട്ടുള്ള എന്നാണ് തോന്നുന്നത്. ഇത് ഈവൻ ഒരു എന്താ പറയുക ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ആയിട്ട് പോലും പറയാൻ വന്നങ്ങ് വിട്ടുപോയി. നല്ല ഒരു കണ്ടീഷൻ വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. സോ യെസ്, നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെപ്പറ്റി തോന്നിയത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ പോലാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. സോ നല്ല വണ്ടി. SD-യുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇത്രയും എൻ്റെ വൺ ഓഫ് ദ നല്ല ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടി ഇതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഇനി FJ ഒന്ന് ഓടിച്ചോക്കണം, 42 FJ, എന്നിട്ട് നമുക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കാം. സോ യെസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.